Hi dear students, in the last two chapters I was talking to you about the interaction of genes, allelic interactions, non-allelic interactions and multiple allelism. In this fourth chapter I will be talking to you about linkage, crossing over and recombination. I made it as two parts. In this part 1 I will be talking to you about linkage. Let us go to the slides. What is linkage? The tendency of genes present in the chromosomes to stay together during hereditary transmission is known as linkage. ഒരു ക്രോമോസോമിനകത്തുള്ള ജീൻസിന് എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതിനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ സമയത്ത്. അതായത് ഒരു ജനറേഷനിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രോമോസോമിനകത്തുള്ള ജീൻസിന് ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസിക്കാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രോമോസോമിനകത്തുള്ള എല്ലാ ജീൻസിനും കൂടി ചേർത്ത് നമ്മൾക്കൊരു ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയാം. All the genes in a particular homologous pair of chromosomes can be called as the linkage group. This principle of linkage was first proposed by Bateson and Punnett based on their experiments in Lathrus odoratus, sweet pea എന്ന് പറയുന്ന പ്ലാന്റിൽ അവർ കണ്ടക്ട് ചെയ്ത എക്സ്പീരിമെൻസിൻ്റെ ബേസിൽ അവർ ആണ് ആദ്യമായിട്ട് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ് പ്രപ്പോസ് ചെയ്തത്. ലേറ്റർ ഓൺ Morgan and Castell proposed the chromosome theory of linkage. മോർഗനും കാസ്റ്റലും പ്രപ്പോസ് ചെയ്ത ക്രോമോസോം തിയറി ഓഫ് ലിങ്കേജ് അനുസരിച്ച് there are three postulates. That is, the first one is genes lie in linear order in the chromosome. ഒരു ക്രോമോസോമിൽ ജീൻസ് ഒരു ലീനിയർ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജീൻസ് ഷോ ലിങ്കേജ് ഓർ സ്റ്റേ ടുഗദർ ഡ്യൂറിങ് ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ ആർ ലൊക്കേറ്റഡ് ഇൻ ദ സെയിം ക്രോമോസോം. ഈ ലിങ്കേജ് കാണിക്കുന്ന ജീൻസ് ഒരേ ക്രോമോസോമിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളവയായിരിക്കും. ഒരു ക്രോമോസോമിലുള്ള ജീൻസ് തമ്മിലായിരിക്കും ലിങ്കേജ് കാണിക്കുന്നത്. ഒരു ക്രോമോസോമിലും മറ്റൊരു ക്രോമോസോമിലുമുള്ള ജീൻസ് തമ്മിൽ അല്ല ലിങ്കേജ് വരുന്നത്. ഒരേ ക്രോമോസോമിലുള്ള ജീൻസ് തമ്മിലായിരിക്കും ലിങ്കേജ് കാണിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ് ഇൻ ദ ക്രോമോസോം ഡിറ്റർമൈൻസ് ദ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ്. ഈ ലിങ്കേജിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഓരോ ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. When the genes are closely arranged, the linkage will be stronger, and when it is placed distantly, or if it is distantly located, the linkage will be weaker. The strength of linkage will be weaker. So there are two kinds of linkage. അത് എത്രമാത്രം ആണ് ആ സ്ട്രെങ്ത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള ലിങ്കേജ് ആണുള്ളത്: കംപ്ലീറ്റ് ലിങ്കേജ് ആൻഡ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ്. ഇഫ് ദ ജീൻസ് ആർ വെരി ക്ലോസ്ലി ലൊക്കേറ്റഡ്, ഓൺലി പാരൻ്റൽ ഫിനോടൈപ്സ് അപ്പിയർ ഡ്യൂറിങ് ദ ക്രോസസ് ഇൻ ദ F2 progeny, and such linkage is called complete linkage. If the linkage between two genes is complete in a dihybrid cross in the F2 progeny, only the parental phenotypes will appear. The non-parental phenotypes will not be there in the F2 generation. അതായത് നമ്മൾ ഡിഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൽ F2 ജനറേഷനിൽ 9:3:3:1 എന്നുള്ളൊരു റേഷ്യോയാണ് വരേണ്ടത്. എന്നാൽ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ 3:3 എന്നുള്ള ആ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ആ നോൺ പാരൻ്റൽ ഫീനോടൈപ്സ് ഫോം ചെയ്യില്ല. പാരൻ്റൽ ഫീനോടൈപ്സ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതാണ് കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇൻ കേസസ് വെയർ ന്യൂ നോൺ പാരൻ്റൽ ഫീനോടൈപ്സ് ഓൾസോ അപ്പിയർ along with the parental phenotypes in the F2 progeny, that is partial or incomplete linkage. പാർഷ്യൽ ലിങ്കേജ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാരൻ്റൽ ഫിനോടൈപ്സ് കൂടാതെ നോൺ പാരൻ്റൽ ഫിനോടൈപ്സ് കൂടി F2 ജനറേഷനിൽ ഫോം ചെയ്യും. ഈ ബെയ്റ്റ്സണും പുന്നറ്റും
പാർഷ്യൽ ലിങ്കേജ് ഫൈൻഡ് ഔട്ട് ചെയ്ത എക്സ്പെരിമെൻറ്റ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തായിരുന്നു. ലെതേറസ് ഒഡോറേറ്റസിലാണ് അവർ ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അവരുടെ എക്സ്പെരിമെൻറ്റ് ഈ രീതിയിലായിരുന്നു. ദ ക്രോസ് ബിറ്റ്വീൻ പർപ്പിൾ ഫ്ലവേർഡ് ആൻഡ് ലോങ് പോളൻ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവേർഡ് ആൻഡ് റൗണ്ട് പോളൻ പ്ലാന്റ്. ദ F1 progeny were all purple flowered and long pollen. അവർ ചെയ്തത് ഒരു പർപ്പിൾ ഫ്ലവേർഡ് ലോങ് പോളൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലാന്റിനെ റെഡ് ഫ്ലവേർഡ് റൗണ്ട് പോളൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. F1 ജനറേഷനിൽ അവർക്ക് കിട്ടിയതെല്ലാം പർപ്പിൾ ഫ്ലവേർഡ് ലോങ് പോളൻ പ്ലാന്റ്സ് ആയിരുന്നു. എന്നാൽ വെൻ ക്രോസിംഗ് ദ F1 progeny each other an incomplete linkage appeared in the F2 progeny. അതായത് അവർ ഈ F1 പ്രോജനിയിൽ കിട്ടിയ ഇൻഡിവിജ്വൽസിനെ വീണ്ടും ക്രോസ് ബ്രീഡ് ചെയ്തപ്പോൾ F2 ജനറേഷനിൽ they could not get the ratio, typical Mendelian dihybrid ratio. They could not get 9:3:3:1 എന്നുള്ള ആ ഒരു ടിപ്പിക്കൽ മെൻഡേലിയൻ ഡിഹൈബ്രിഡ് റേഷ്യോ അവർക്ക് F2 ജനറേഷനിൽ കിട്ടിയില്ല. In their experiment, they observed more parental varieties than non-parental varieties in the F2 generation. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ലിങ്കേജ് പ്രപ്പോസ് ചെയ്തത്, പ്രിൻസിപ്പിൾ ഓഫ് ലിങ്കേജ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഇതാണ് അവർ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻറ്റ്. അവർ പർപ്പിൾ ലോങ് ഇൻഡിവിജ്വൽസിനെ റെഡ് റൗണ്ട് ഇൻഡിവിജ്വൽസുമായിട്ട് ക്രോസ് ചെയ്തു. അതായത് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ ജീനോടൈപ്പുള്ള പർപ്പിൾ ലോങ് ഇൻഡിവിജ്വൽസിനെ സ്മോൾ എൽ കണ്ടെയ്ൻ ചെയ്യുന്ന റെഡ് റൗണ്ട് ഇൻഡിവിജ്വൽസുമായിട്ട് ക്രോസ് ചെയ്തു. F1 ജനറേഷനിൽ എല്ലാം പർപ്പിൾ ലോങ് ആയിരുന്നു, ബട്ട് ഹെട്രോസൈഗസ് കണ്ടീഷനാണ്, ഹെട്രോസൈഗോട്സ് ആയിരുന്നു. ക്യാപിറ്റൽ പി ക്യാപിറ്റൽ എൽ സ്മോൾ എൽ അങ്ങനെയുള്ള F1 ജനറേഷനിലുള്ള ഹെട്രോസൈഗോട്സിനെ വീണ്ടും ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോൾ F2 ജനറേഷനിൽ നമ്മളുടെ ഗ്രിഗർ മെൻഡലിൻ്റെ റേഷ്യോ അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രിഗർ മെൻഡലിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത് 9:3:3:1 എന്നുള്ള റേഷ്യോ ആണ്. എന്നാൽ ഇവിടുത്തെ അവരുടെ റിസൾട്ട് നോക്കുക. പർപ്പിൾ ലോങ് ഇൻഡിവിജ്വൽസ് 296 നമ്പേഴ്സ്, ഫോളോഡ് ബൈ റെഡ് റൗണ്ട് ഇൻഡിവിജ്വൽസ് 85 നമ്പേഴ്സ്. ഇത് രണ്ടും പാരൻ്റൽ ഫീനോടൈപ്സ് തന്നെയാണ് അല്ലേ? ഇത് രണ്ടും പാരൻ്റൽ ഫീനോടൈപ്സ് തന്നെയാണ്. ദെൻ പർപ്പിൾ റൗണ്ട് ഇൻഡിവിജ്വൽസ് 90 നമ്പേഴ്സ്, റെഡ് ലോങ് ഇൻഡിവിജ്വൽസ് 27 നമ്പേഴ്സ്. ഇത് രണ്ടും നോൺ പാരൻ്റൽ വെറൈറ്റീസാണ്. അപ്പോൾ 9:3:3:1 എന്നുള്ളൊരു റേഷ്യോ കിട്ടുന്നതിന് പകരം പാരൻ്റൽ ഫീനോടൈപ്സ് കൂടുതൽ നമ്പറും നോൺ പാരൻ്റൽ ഫീനോടൈപ്സ് ലെസ്സർ നമ്പറും അപ്പിയർ ചെയ്യുന്നു. അവരുടെ എക്സ്പെരിമെൻറ്റിൽ അങ്ങനെ ഒരു ഒബ്സർവേഷനാണ് അവർ കണ്ടത്. അപ്പോൾ ഇവിടെ this large number of parental phenotypes appear in the F2 progeny is due to linkage of genes. ഈ ജീൻസ് തമ്മിലുള്ള പി എന്ന് പറയുന്ന ജീനും എൽ എന്ന് പറയുന്ന ജീനും തമ്മിലുള്ള ലിങ്കേജ് ആണ് ഈ പാരൻ്റൽ ഫീനോടൈപ്സ് F2 ജനറേഷനിൽ കൂടുതലായിട്ട് അപ്പിയർ ചെയ്യാൻ കാരണം. ദെൻ അപ്പിയറൻസ് ഓഫ് നോൺ പാരൻ്റൽ ഫീനോടൈപ്സ് ഇൻ ലെസ്സർ നമ്പർ ഈസ് ഡ്യൂ ടു ക്രോസിംഗ് ഓവർ. എന്നാൽ ലെസ്സർ നമ്പർ നോൺ പാരൻ്റൽ ഫീനോടൈപ്സും ഫോം ചെയ്യുന്നുണ്ട്. ആ ഫീനോടൈപ്സ് ഫോം ചെയ്യുന്നതിന് കാരണം ദ ക്രോസിംഗ് ഓവർ ഇൻ ബിറ്റ്വീൻ ദ ജീൻസ്. ആ ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവർ നടക്കുന്നതാണ് ഇങ്ങനെയുള്ള നോൺ പാരൻ്റൽ ഫീനോടൈപ്സും F2 ജനറേഷനിൽ ഫോം ചെയ്യാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻകംപ്ലീറ്റ് ലിങ്കേജാണ്. കംപ്ലീറ്റ് ലിങ്കേജ് ആണെങ്കിൽ പാരൻ്റൽ ഫീനോടൈപ്സ് മാത്രമേ അപ്പിയർ ചെയ്യുകയുള്ളൂ. ഇത് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആയതുകൊണ്ട് പാരൻ്റൽ ഫീനോടൈപ്സ് കൂടുതൽ നമ്പേഴ്സ് ഫോം ചെയ്തു, എന്നാൽ നോൺ പാരൻ്റൽ ഫീനോടൈപ്സും ഫോം ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഓൺലി ലെസ്സർ ഇൻ നമ്പർ. ദെൻ കംപ്ലീറ്റ് ലിങ്കേജിന് എക്സാമ്പിളായിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്കുള്ളത് ഡ്രോസോഫില മെലനോഗാസ്റ്ററിലുള്ള ഒരു എക്സാമ്പിളാണ്. ഇൻ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ദ 4th chromosome is very small and the genes in this are so closely arranged and completely linked. ഡ്രോസോഫില മെലനോഗാസ്റ്ററിൽ 4 ക്രോമോസോംസ് ആണുള്ളത്. ഇതിൽ 4th chromosome എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ക്രോമോസോം. So also the genes present in this 4th chromosome are very closely arranged and these genes are completely linked genes. അപ്പോൾ ആ 4th ക്രോമോസോമിൽ വരുന്ന 2 ജീൻസാണ്
ഈ ബെൻ വിങ്സിനും ഷാവൻ ബ്രിസിൽ അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ദ ജീൻസ് ഫോർ ബെൻ വിങ്സ് ആൻഡ് ഷാവൻ ബ്രിസിൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ 4th ക്രോമോസോം. ഈ രണ്ട് ക്യാരക്ടേഴ്സും മ്യൂട്ടൻ ക്യാരക്ടേഴ്സാണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അലീൽസ് എന്ന് പറയുന്നത് BT-യും SVN-ഉമാണ്. ദ ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ക്യാരക്ടേഴ്സ് ആർ BT ആൻഡ് SVN. ദേ ആർ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ജീൻസ്. ഈ രണ്ട് ജീൻസിൻ്റെ തന്നെ നോർമൽ അലീൽസ് എന്ന് പറയുന്നത് BT+ഉം SVN+ഉമാണ്. അതിൻ്റെ മ്യൂട്ടൻ അലീൽസാണ് BT-യും SVN-ഉം. നോർമൽ അലീൽസ് അല്ലെങ്കിൽ ഡോമിനൻ്റ് അലീൽസ് എന്ന് പറയുന്നത് BT+ഉം SVN+ഉമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇൻ എ ക്രോസ് ബിറ്റ്വീൻ നോർമൽ ഫ്ലൈസ് ആൻഡ് ബെൻ വിങ്ഡ് ഷാവൻ ബ്രിസിൽഡ് ഫ്ലൈസ് ഓൾ ദ F1 പ്രോജനി വെയർ നോർമൽ. ഇങ്ങനെയുള്ള രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ F1 പ്രോജനിയിൽ എല്ലാ ഇൻഡിവിജ്വൽസും നോർമലായിരുന്നു. നോർമൽ വിങ്സും നോർമൽ ലോങ് ബ്രിസിൽസുമുള്ള ഇൻഡിവിജ്വൽസ് ആയിരുന്നു F1 ജനറേഷനിൽ. ആൻഡ് വെൻ ദ F1 പ്രോജനി വെയർ ടെസ്റ്റ് ക്രോസ്ഡ് ടു ഹോമോസൈഗസ് റെസസീവ് പാരന്റ് ഫ്ലൈ, both normal and Ben-Schaven flies formed in equal proportion. അപ്പോൾ ഇവിടെ F1 ജനറേഷനിൽ ഫോം ചെയ്ത ഇൻഡിവിജ്വൽസിനെ നമ്മൾ ടെസ്റ്റ് ക്രോസിനാണ് വിധേയമാക്കുന്നത്. ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് 1:1:1:1 എന്നുള്ളൊരു റേഷ്യോയാണ്. പക്ഷേ ഇവിടെ both normal and Ben-Schaven flies formed in equal proportion. 1:1:1:1 എന്നുള്ള റേഷ്യോ കിട്ടുന്നതിന് പകരം 1:1 50% Ben-Schaven ഫ്ലൈസും 50% നോർമൽ ഫ്ലൈസുമാണ് ഫോം ചെയ്യുന്നത്. അതായത് പാരൻ്റൽ ഫിനോടൈപ്സ് മാത്രമേ അവിടെ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് ക്രോസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമായിരിക്കും, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്ന നോട്ട്സിലുണ്ട്, നിങ്ങളത് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ടെസ്റ്റ് ക്രോസ് ജസ്റ്റ് എങ്കിലും ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. ടെസ്റ്റ് ക്രോസ് പല വിധത്തിലുള്ള ടെസ്റ്റ് ക്രോസസ് ഉണ്ട്. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ട്രൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, അങ്ങനെ. അപ്പോൾ ടെസ്റ്റ് ക്രോസസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ജീനോടൈപ്പ് ഓഫ് ദ അൺനോൺ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിനോടൈപ്പ് അറിയാം, ടോളാണ്. പക്ഷേ അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ നമ്മൾ ഒരു ഫുള്ളി റെസസീവ് പാരൻറ്റുമായിട്ട് ആ ഇൻഡിവിജ്വലിനെ ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിൻ്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ആ അൺനോൺ ഇൻഡിവിജ്വൽ ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതാണ് ടെസ്റ്റ് ക്രോസിൻ്റെ യൂസ്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ജീനോടൈപ്പ് ഓഫ് ദ അൺനോൺ, അതിന് വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസാണ്. ഇവിടെ ഇത് ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഫുള്ളി റെസസീവായിട്ടുള്ള പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വലിൽ രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ടി കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്യാമേറ്റ്സും സ്മോൾ ടി കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്യാമേറ്റ്സും. എന്നാൽ ഈ ഫുള്ളി റെസസീവായിട്ടുള്ള ഇൻഡിവിജ്വലിൽ ഒരു തരത്തിലുള്ള ഗ്യാമേറ്റ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ, അതായത് സ്മോൾ ടി കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്യാമേറ്റാണ്. അപ്പോൾ ഈ രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ഓഫ് സ്പ്രിങ്സ് ആണ് ഫോം ചെയ്യുന്നതിന് സാധ്യതയുള്ളത്. അതായത് ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടിയുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരു ഹെറ്ററോസൈഗസ് ടോൾ ഇൻഡിവിജ്വൽ ആയിരിക്കും. ഈ സ്മോൾ ടിയുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ സ്മോൾ ടി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡ്വാർഫ് ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 1:1 എന്നുള്ളൊരു റേഷ്യോ ആയിരിക്കും ഈ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൽ ഉണ്ടാകുന്നത്. അതായത് ഇവിടുത്തെ നമ്മളുടെ ഈ ഒരു ഇൻഡിവിജ്വൽ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതിനെ ഫുള്ളി റെസസീവായിട്ടുള്ള ഒരു പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1:1 എന്നുള്ളൊരു റേഷ്യോ കിട്ടും. ഇത് തന്നെ ഇവിടെ നമ്മൾക്ക് ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ ടി കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്യാമേറ്റ്സ് മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. സ്മോൾ ടി ഗ്യാമേറ്റ്സ് ഫോം ചെയ്യില്ല. സിംഗിൾ ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യാപിറ്റൽ ടിയും ഈ ടെസ്റ്റ് ക്രോസിന് യൂസ് ചെയ്ത ഈ റെസസീവ് പാരൻറ്റിൽ നിന്നുള്ള സ്മോൾ ടിയും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നുള്ളൊരു കോമ്പിനേഷൻ മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. ടോൾ ഇൻഡിവിജ്വൽസ് മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. 100% ഇൻഡിവിജ്വൽസും ടോൾ ആയിരിക്കും. അപ്പോൾ
അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മളുടെ അൺനോൺ ഇൻഡിവിജ്വൽ ഹോമോസൈഗസ് ക്യാപിറ്റൽ ടി ആണെന്നുള്ളത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസും. ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ടോൾ റെഡ് ഇൻഡിവിജ്വൽ, നമ്മുടെ മെൻഡേലിയൻ എക്സ്പീരിമെൻസിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇവിടെയും ഈ ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടോൾ റെഡ് ഇൻഡിവിജ്വലിനെ ഒരു ഡ്വാർഫ് വൈറ്റ് ഫ്ലവേർഡ് ഇൻഡിവിജ്വലുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ ആണ്. ഹെട്രോസൈഗസ് ആണ്. ഹെട്രോസൈഗസ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിനെ ഞാനിവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻഡിവിജ്വൽ ഒരു ഫുള്ളി റെസസീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിൽ നിന്ന് 4 തരത്തിലുള്ള ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇങ്ങനെ 4 തരത്തിലുള്ള കോമ്പിനേഷൻസിലുള്ള ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഗാമേറ്റ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ, സ്മോൾ ടി സ്മോൾ ആർ. അപ്പോൾ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള ഗാമേറ്റ്സ് ഈ ഒരു ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ജീനോടൈപ്സ് ഫോം ചെയ്യുന്നതിനുള്ള സാധ്യതയാണുള്ളത്. അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കോമ്പിനേഷൻ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, then another one small t capital R small r, then small t small r. അപ്പോൾ ടോൾ റെഡ്, ടോൾ വൈറ്റ്, ഡ്വാർഫ് റെഡ്, ഡ്വാർഫ് വൈറ്റ്, ഇത് 4ഉം ഈക്വൽ പ്രൊപ്പോർഷനിൽ 1:1:1:1 എന്നുള്ളൊരു റേഷ്യോയിൽ ഫോം ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ നമ്മൾ ടെസ്റ്റ് ക്രോസിന് യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഹെട്രോസൈഗസ് ആണെങ്കിൽ, ഇത് മുൻപ് പറഞ്ഞതുപോലെ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഇത് ഹോമോസൈഗസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഗാമേറ്റ് മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് സ്പ്രിങ് മാത്രമേ ഫോം ചെയ്യാൻ സാധ്യതയുള്ളൂ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ടി സ്മോൾ ആർ. അപ്പോൾ ടോൾ റെഡ് ഇൻഡിവിജ്വൽസ് 100% ടോൾ റെഡ് ആയിരിക്കും ഇത് ഹോമോസൈഗസ് ആണെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാവും. നമ്മൾ മുൻപ് പറഞ്ഞ കംപ്ലീറ്റ് ലിങ്കേജിൻ്റെ എക്സാമ്പിൾ, ഇതിന് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫ്ലോ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ബെൻ വിങ്സ് ഷാവൻ ബ്രിസിൽസുള്ള ഒരു മ്യൂട്ടൻ ഇൻഡിവിജ്വലിനെ നോർമൽ ബ്രിസിൽസുള്ള ഒരു വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ നോർമൽ ഇൻഡിവിജ്വലുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ F1 ജനറേഷനിൽ എല്ലാ ഇൻഡിവിജ്വൽസും നോർമലായിരിക്കും, എന്നാൽ അതിൻ്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആയിരിക്കും, BT+SVN+BT_SVN എന്നുള്ളൊരു ഹെട്രോസൈഗസ് കണ്ടീഷനാണ് F1 ജനറേഷനിൽ ഫോം ചെയ്യുന്നത്. പക്ഷേ അവിടെ ഡോമിനൻ്റ് അലീൽസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അത് ഡോമിനൻ്റ് ക്യാരക്ടറുള്ള ഫിനോടൈപ്പ് ആയിരിക്കും. ഇവിടെ ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത് കാരണം ഇത് ഒരു മാറ്റേണലും പാറ്റേണലുമായിട്ടുള്ള ക്രോമോസോംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 BT_SVN എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ F1 ജനറേഷനിൽ ഫോം ചെയ്യുന്ന ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ഒരു ഫുള്ളി റെസസീവായിട്ടുള്ള പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ടിൽ 1:1 എന്നുള്ളൊരു റേഷ്യോയാണ് വരുന്നത്. അതായത് പാരൻ്റൽ ഫിനോടൈപ്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ 2 തരത്തിലുള്ള ഗാമേറ്റ്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ, BT+SVN+ഉം BT_SVN-ഉം. അതായത് ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്യുന്നില്ല, ഈ ജീൻസ് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, ഇൻ ബിറ്റ്വീൻ ക്രോമോസോംസ് ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂ കോമ്പിനേഷനുള്ള ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നില്ല. BT+SVN എന്നോ അല്ലെങ്കിൽ BT_SVN+ ഉള്ള ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2 തരത്തിലുള്ള ഗാമേറ്റ്സ് മാത്രമാണ് ഈ ഒരു ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിൽ നിന്ന് ഫോം ചെയ്യുന്നത്. ഇത് ഈ ഫുള്ളി റെസസീവ് ആയിട്ടുള്ള പാരന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ BT+SVN+BT_SVN ഇൻഡിവിജ്വൽസും BT_SVN ഇൻഡിവിജ്വൽസും മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ഈ 2 ട്രെയ്റ്റ്സും പാരൻ്റൽ ട്രെയ്റ്റ്സ് തന്നെയാണ്. അതായത് പാരൻ്റൽ ഫിനോടൈപ്സ് മാത്രം, ഈ 2 പാരൻ്റൽ ഫിനോടൈപ്സ് മാത്രമേ ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ
ഈ ഓഫ് സ്പ്രിങ്സിൽ ഉണ്ടാകുന്നുള്ളൂ. നോൺ പാരൻ്റൽ ഫിനോടൈപ്സ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് 1:1:1:1 ആ റേഷ്യോ കിട്ടുന്നതിന് പകരം നമുക്കിവിടെ 1:1 എന്നുള്ളൊരു റേഷ്യോ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ലിങ്കേജിനൊരു എക്സാമ്പിളാണ്. ഈ ബെൻവിങ്സ് ഷാവൻ ബ്രസിൽസ് ഉള്ള ഡ്രോസോഫിലിനെ ഒരു നോർമൽ ഡ്രോസോഫിലയുമായിട്ട് ക്രോസ് ചെയ്യുന്ന ഈ ഒരു എക്സ്പീരിമെൻറ്റ് ഇത് കംപ്ലീറ്റ് ലിങ്കേജിന് ഒരു എക്സാമ്പിളായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ലിങ്കേജ്, ഇതിനും ഡ്രോസോഫില മെലനോഗാസ്ട്രൽ തന്നെയുള്ള മറ്റൊരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടറാണ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇവിടെ മറ്റ് 2 ജീൻസിനെ കുറിച്ചാണ് പറയുന്നത്. ജീൻസ് ഫോർ പർപ്പിൾ ഐ കളർ ആൻഡ് വെസ്റ്റിജിയൽ വിങ്സ്. These genes are linked genes, but their linkage is incomplete. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെയും ഇറ്റ്സ് നോർമൽ ഫിനോടൈപ്സ് ആർ റെഡ് ഐ കളർ വിത്ത് നോർമൽ വിങ്സ്. അതിൻ്റെ വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ നോർമൽ ഫിനോടൈപ്സ് എന്ന് പറയുന്നത് റെഡ് ഐ കളറും നോർമൽ വിങ്സുമാണ്. ഈ പർപ്പിൾ ഐ കളറും വെസ്റ്റിജിയൽ വിങ്സും അതിൻ്റെ തന്നെ മ്യൂട്ടൻ വെറൈറ്റിയാണ്. അപ്പോൾ ഒരു നോർമൽ ഇൻഡിവിജ്വലിനെ ഒരു മ്യൂട്ടൻ ഇൻഡിവിജ്വലുമായിട്ടാണ് ഇവിടെയും ക്രോസ് ചെയ്യുന്നത്. മോർഗൻ കണ്ടക്റ്റഡ് ദീസ് എക്സ്പെരിമെൻറ്റ്. മോർഗൻ ക്രോസ്ഡ് എ പർപ്പിൾ വെസ്റ്റിജിയൽ ഫ്ലൈ ടു എ നോർമൽ റെഡ് ഐഡ് ലോങ് വിങ്ഡ് ഫ്ലൈ. ഓൾ ദ F1 പ്രോജനി വെയർ ഹെട്രോസൈഗസ് നോർമൽ. F1 പ്രോജനിയിൽ എല്ലാം നോർമൽ ഇൻഡിവിജ്വൽസ് ആയിരുന്നു. വെൻ ദ ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് വാസ് കണ്ടക്റ്റഡ്, പാരൻ്റൽ ഫിനോടൈപ്സ് എക്സീഡഡ് ദ നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ്. ഇപ്പോൾ അദ്ദേഹം ബെയ്റ്റ്സൺ ആൻഡ് പുന്നറ്റ് ചെയ്തതുപോലെ തന്നെ ഈ മോർഗൻ ഈ ഡ്രോസോഫിലയിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ എല്ലാം നോർമൽ ഇൻഡിവിജ്വൽസ് ആയിരുന്നു, ഹെട്രോസൈഗസ് നോർമൽ ഇൻഡിവിജ്വൽസ് ആയിരുന്നു. ടെസ്റ്റ് ക്രോസ്, ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഈ F1 ജനറേഷനിൽ കിട്ടിയ ഇൻഡിവിജ്വൽസിനെ യൂസ് ചെയ്തുകൊണ്ട് ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഫുള്ളി റെസസീവായിട്ടുള്ളൊരു പാരൻറ്റുമായിട്ട് ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒബ്സർവേഷനിലെ പാരൻ്റൽ ഫിനോടൈപ്സ് എക്സീഡഡ് ദ നോൺ പാരൻ്റൽ ഫിനോടൈപ്സ്. നോൺ പാരൻ്റൽ ഫിനോടൈപ്സ് കുറച്ച് നമ്പറും പാരൻ്റൽ ഫിനോടൈപ്സ് കൂടുതൽ നമ്പേഴ്സും വരുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ടിപ്പിക്കൽ ഡിഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ വാസ് നോട്ട് ഒബ്റ്റെയിൻഡ്. ഈ 1:1:1:1 എന്നുള്ള റേഷ്യോയാണ് കിട്ടേണ്ടത്, പക്ഷേ ആ ഒരു റേഷ്യോ അദ്ദേഹത്തിന് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. പാരൻ്റൽ ഫിനോടൈപ്സ് കൂടുതൽ നമ്പേഴ്സും നോൺ പാരൻ്റൽ ഫിനോടൈപ്സ് കുറച്ച് നമ്പേഴ്സും വരുന്നതായിട്ടാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെൻറ്റ്, മോർഗൻ സജസ്റ്റഡ് ദാറ്റ് ദ 2 ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സെയിം ക്രോമോസോം ആൻഡ് ടെൻഡ് ടു റിമെയിൻ ടുഗദർ ഡ്യൂറിങ് ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ. അപ്പോൾ അദ്ദേഹം അത് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ദ ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ദീസ് 2 ക്യാരക്ടേഴ്സ് are located in the same chromosome and they have the tendency to remain together during hereditary transmission. That means these 2 genes are linked genes. അവ തമ്മിലുള്ള ലിങ്കേജ് കാരണം അവ ഒരുമിച്ച് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവയ്ക്കുണ്ട്. Occasionally, in some gametes, mutual exchange of segments of the homologous chromosomes occurs, results in the non-parental varieties. എന്നാൽ ചില ഗാമേറ്റ്സിൽ ഈ ക്രോമോസോംസ് അല്ലെങ്കിൽ ഈ ജീൻസ് മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കുന്നു. ക്രോമോസോംസ് തമ്മിൽ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് സിഗ്മെൻറ്റ്സ് നടക്കുന്നു. അതിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ റീകോമ്പിനേഷൻ ഒക്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ന്യൂ കോമ്പിനേഷനുള്ള ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നു. ഇറ്റ് റിസൾട്ട്സ് ഇൻ നോൺ പാരൻ്റൽ വെറൈറ്റീസ്. ആ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവറാണ് നോൺ പാരൻ്റൽ വെറൈറ്റീസ് ഫോം ചെയ്യാൻ കാരണം. എന്നാൽ ആ നോൺ പാരൻ്റൽ വെറൈറ്റീസ് കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അത് ഒക്കേഷണലായിട്ട് മാത്രം നടക്കുന്നത് കൊണ്ട്, ചില ഗാമേറ്റ്സിൽ മാത്രം നടക്കുന്നതുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് മാത്രമേ അങ്ങനെയുള്ള നോൺ പാരൻ്റൽ വെറൈറ്റീസ് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 ജീൻസും ദേ ആർ ലിങ്ക്ഡ് ജീൻസ്, ബട്ട് ഒക്കേഷണലി ഇറ്റ് അണ്ടർഗോസ് റീകോമ്പിനേഷൻ. ഓക്കെ, ഇത് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തന്നെ ഒരു ഫ്ലോ ഡയഗ്രമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് മുൻപ് പറഞ്ഞതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞതനുസരിച്ച് PR+, VG+ആണ് നോർമൽ ഫിനോടൈപ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ അതിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത് P, V യും p, v യുമാണ്. അപ്പോൾ
സെയിം എക്സ്പെരിമെൻ്റ് തന്നെയാണ് ഈ ഒരു ഫ്ലോ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ് ഐഡ് നോർമൽ വിങ്ഡ് ഫ്ലൈനെ ഒരു പർപ്പിൾ ഐഡ് വെസ്റ്റീജിയൽ വിങ്ഡ് ഫ്ലൈയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. F1 ജനറേഷനിൽ കിട്ടുന്നത് ആ ഒരു വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ആ ഡോമിനൻ്റ് ക്യാരക്ടർ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റെഡ് ഐഡ് നോർമൽ വിങ്ഡ് ഫ്ലൈസ് ആണ് ഫോം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആണ്. ക്യാപിറ്റൽ P ക്യാപിറ്റൽ V സ്മോൾ v എന്നുള്ള ജീനോടൈപ്പാണ് അതിനുള്ളത്, ആ ഇൻഡിവിജ്വൽസിനുള്ളത്. ഈ F1 ജനറേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെ ഒരു ഫുള്ളി റെസസീവായിട്ടുള്ള പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിനെ ഫുള്ളി റെസസീവായിട്ടുള്ളൊരു പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ 4 തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്നു. എന്നാൽ ഓഫ് സ്പ്രിങ്സിൻ്റെ റേഷ്യോ ഇവിടെ നോക്കുക. നമ്മൾക്ക് നോർമലി ടെസ്റ്റ് ക്രോസ് റേഷ്യോ കിട്ടേണ്ടത് 1:1:1:1 എന്നുള്ള റേഷ്യോ ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ 9:1:1:8 എന്നുള്ള റേഷ്യോ ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ പാരൻ്റൽ ഫിനോടൈപ്സ് ആയിട്ടുള്ള റെഡ് ഐഡ് നോർമൽ വിങ്ഡ് ഫ്ലൈസും പർപ്പിൾ ഐഡ് വെസ്റ്റീജിയൽ വിങ്സും കൂടുതൽ നമ്പേഴ്സ് ഫോം ചെയ്യുന്നു. എന്നാൽ നോൺ പാരൻ്റൽ വെറൈറ്റീസ് ആയിട്ടുള്ള റെഡ് ഐഡ് വെസ്റ്റീജിയൽ വിങ്ഡ് ഫ്ലൈസും പർപ്പിൾ ഐഡ് നോർമൽ വിങ്ഡ് ഫ്ലൈസും ലെസ് നമ്പേഴ്സ് ഫോം ചെയ്യുന്നു. ഈ പാരൻ്റൽ ഫിനോടൈപ്സ്, ഈ 2 പാരൻസിൻ്റെയുമായിട്ടുള്ള ഫിനോടൈപ്സാണ് ആ ടെസ്റ്റ് ക്രോസ് റിസൾട്ടിൽ കൂടുതലായിട്ട് അപ്പിയർ ചെയ്യുന്നത്. എന്നാൽ നോൺ പാരൻ്റൽ ഫിനോടൈപ്സും ഫോം ചെയ്യുന്നു. അത് വളരെ ലെസ്സർ നമ്പേഴ്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 2 ജീൻസ് തമ്മിലുള്ള ലിങ്കേജ് ഇൻകംപ്ലീറ്റ് ലിങ്കേജാണ്. ഈ 2 ജീൻസും ലിങ്ക്ഡ് ജീൻസാണ്, എന്നാൽ അവ തമ്മിലുള്ള ലിങ്കേജ് ഇൻകംപ്ലീറ്റ് ലിങ്കേജാണ്. ഓക്കെ, ദെൻ ക്രോസിംഗ് ഓവറിനെ കുറിച്ചും റീകോമ്പിനേഷനെ കുറിച്ചും ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടിൽ ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.